വാരാന്ത്യത്തിൽ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. 10,000-കണക്കിന് അക്ഷരപ്രിയരാണ് മേളയ്ക്ക് എത്തിയത്. പുസ്തക പ്രകാശനവും സാഹിത്യ ചർച്ചകളുമായി സജീവമായിരുന്നു നാലാം നാൾ. 43ാമത് പുസ്തകോത്സവം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും തിരക്കേറിയ ദിനം. രാവിലെ മുതൽ രാത്രി വരെ ഇടമുറിയാത്ത സന്ദർശക പ്രവാഹം. കേരളത്തിൽ നിന്നും സുഭാഷ് ചന്ദ്രനും പ്രൊഫസർ അലിയാരുമടക്കമുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും പുസ്തകമേളയ്ക്കെത്തി. മേളയിലെ മാതൃഭൂമിയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോടുകാരിയായ മേയർക്ക് കൂടുതൽ സന്തോഷം. 100 വർഷം പിന്നിട്ട പത്രമല്ലേ മാതൃഭൂമി. മാത്രം എല്ലാ സാഹിത്യകാരന്മാരെയും പ്രോത്സാഹിപ്പിച്ചതും മാതൃഭൂമിയും ആകാശവാണിയും ഒക്കെ ആണല്ലോ തുടക്കത്തിൽ. അത് തന്നെയല്ലേ MT ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് താമസിക്കാൻ പ്രേരിപ്പിച്ചത്. പലരും കോഴിക്കോട് താമസിച്ചത് തന്നെ മാതൃഭൂമി കോഴിക്കോട് പത്രം തുടങ്ങിയത് കൊണ്ടും മാതൃഭൂമി ആഴ്ചപ്പതിപ്പുള്ളത് കൊണ്ടൊക്കെ അല്ലേ. ഓരോ അരമണിക്കൂറിലും ഓരോ പുസ്തകങ്ങൾ പിറക്കുന്ന വേദിയായി റൈറ്റേഴ്സ് ഫോറം. പ്രകാശനം ചെയ്തവയിലധികവും മലയാള പുസ്തകങ്ങൾ. മലയാളികളുടെ പ്രിയ കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ എഴുത്തിലെ ജ്ഞാനസ്നാന മുഹൂർത്തങ്ങൾ പങ്കുവച്ചു. എളുപ്പത്തിൽ ചീഞ്ഞു പോകുന്ന മുന്തിരിപ്പഴങ്ങളെ സാഹിത്യകാരൻ ശരിക്കും വാറ്റി വീഞ്ഞാക്കി വയ്ക്കുന്നതിൻ്റെ പേരാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ചീഞ്ഞു പോകുന്നത്. നമുക്ക് മുന്തിരി വളരെ ഇഷ്ടമാണെങ്കിലും ഇരിക്കും തോറും വീര്യം കൂടുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു പദാർത്ഥത്തെ മനുഷ്യൻ കണ്ടെത്തിയാണ് വീഞ്ഞിലൂടെ. അത് വാക്കിൻ്റെ മുന്തിരിപ്പഴങ്ങളെ ശേഖരിച്ച് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ആ വാക്കുകൾ ഉപയോഗിക്കുക തമ്മിൽ ചിലരും മാത്രം ഒളിച്ചിരുന്ന് അതിനെ വാറ്റി വരും കാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു വാറ്റുകാരനാണ്, കള്ളവാറ്റിനെ പിടിക്കുന്നത് വരെയും എന്ന് ഞാൻ കരുതുന്നു. PP രാമചന്ദ്രൻ, റഫീഖ് അഹമ്മദ് തുടങ്ങിയ എഴുത്തുകാർ വരും നാളുകളിൽ മേളയ്ക്കെത്തും. രമേശ് ചെന്നിത്തലയടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും ഇത്തവണ പുസ്തകോത്സവത്തിന് എത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.